കണ്ടില്ലേ? സഹിക്കാൻ വയ്യാത്ത ദേഷ്യം വന്നപ്പോ ബ്രദർ ഇൻ ലോയുടെ വിളി അനിയത്തിക്കുട്ടിയിൽ നിന്ന് രേഖയിലേക്ക് മാറി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യരാവുമ്പോ എല്ലാ വികാരങ്ങളും എല്ലാവർക്കും വരും. ഒട്ടും പക്വതയില്ലാത്ത എന്റെ നാവിലും അതുപോലെ ചിലത് വന്നുപോയി, എന്റെ നിർഭാഗ്യത്തിന്. ഞാൻ ഒരിക്കലും ബ്രദർ ഇൻ ലോയെ തള്ളി പറഞ്ഞ് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്റെ അവിവേകം. ബ്രദർ ഇൻ ലോ ക്ഷമിക്കണം. മാപ്പ്. അനിയത്തിക്കുട്ടി ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. ഞാൻ വേറൊന്നും മനസ്സിൽ കണ്ടിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ ചിലത് സംഭവിച്ചു. അതിലൂന്നിയ അനിയത്തിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു. ഇന്നലെ വരെ അമ്മയും ഞാനും അത് പുറത്തു പറയാതിരുന്നത് തെറ്റാണ്. ഇന്നതിനുള്ള പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതി. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയാറ്. അല്പം ലേറ്റായി, എന്നാലും ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്യുന്നതാണ് നല്ലത്. ശരി, നല്ല കാര്യം. പക്ഷേ ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ബ്രദർ ഇൻ ലോ. ഞാൻ മുമ്പ് എന്ത് പറഞ്ഞോ അത് പറയാനുള്ള അവകാശം എനിക്കില്ലായിരുന്നു. ബിക്കോസ് ഐ എം ഓൾസോ ആൻ ഔട്ട്സൈഡർ. ഈ വീട്ടിലുള്ള ആളല്ല. ബ്രദർ ഇൻ ലോയെ പോലെ വന്നു കയറിയ ഒരാൾ മാത്രമാ. രഘു ഇടയ്ക്കിടെ ബോധം വന്നും വരാതെയും കിടക്കുന്ന അവസ്ഥയില. അവൻ ഈ നിലയിൽ വന്നത് തന്നെ ഞാൻ ബ്രദർ ഇൻ ലോയെ തള്ളിപ്പറഞ്ഞതുകൊണ്ട്. ഇനി വീണ്ടും രഘുവിന് ബോധം തെളിയുമ്പോ ബ്രദർ ഇൻ ലോയെ അന്വേഷിക്കും. അപ്പോ ഞാൻ എന്ത് പറയണമെന്നും കൂടി പറഞ്ഞിട്ട് വേണം ബ്രദർ ഇൻ ലോ പോവാൻ. അല്ലെങ്കിൽ അവൻ പണ്ട് കിക്കി അന്വേഷിച്ച് നടന്നതുപോലെ ബ്രദർ ഇൻ ലോയെ അന്വേഷിച്ച് നടക്കും. ഈ ലൊക്കാലിറ്റിയിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും അലയും. ചിലപ്പോ തിരിച്ചും വരില്ല. എന്താ ആ ദുരന്തം ബ്രദർ ഇൻ ലോ ആയിട്ട് വീട്ടിൽ വരുത്തി വെക്കണോ? വരുത്തണോ ബ്രദർ ഇൻ ലോ? വേണ്ട മോളെ, അവനെ തടയണ്ട. ഈ അമ്മയെയും രഘുവിനെയും വേണ്ടെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ. അതാണ് ഇനി എന്റെ അഭിപ്രായവും. രവിചന്ദ്രവർമ്മന് പോകാം. സർ, ഈ വീട്ടിലെ ഒരു കാര്യത്തിനും അഭിപ്രായം പറയാൻ അർഹത ഞങ്ങൾക്കില്ല. എന്നാലും ഉണ്ടച്ചോറിന്റെ കൂറ് വെച്ച് പറയാണ്, ദയവായി സാർ ഇവിടുന്ന് പോകരുത്. അത് ഈ വീടിനെ നശിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്കും അതേ അഭിപ്രായമാണ് സർ. സാർ ഇവിടുന്ന് പോകരുത്. കുഞ്ഞെ, ഈ വീട് വിട്ടാലും ഇവർക്ക് വേറെ ജോലി കിട്ടും. എന്നിട്ടും അവരിങ്ങനെ പറയുന്നെങ്കിൽ അത് ഹൃദയത്തെ തൊട്ട് പറയുന്നതാ. സത്യം പറഞ്ഞ എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് അച്ഛന്റെ വാക്കു പാലിക്കാൻ രാജ്യം വിട്ട് വനവാസത്തിന് പോയ ശ്രീരാമനെയാ. ഒരു രാജ്യം മുഴുവൻ വിലപിച്ചിട്ടും നിർബന്ധപൂർവം ഭഗവാൻ നാടുവിട്ടുപോയി. ഫലത്തിൽ നഷ്ടപ്പെട്ടത് ആ സങ്കടം സഹിക്കാൻ വയ്യാത്ത ഒരച്ഛന്റെ ജീവനാ.
ഒപ്പം അയോധ്യയെ രക്ഷിക്കാൻ ശ്രീരാമനെ അന്വേഷിച്ചു പോയ ഭരതൻ തിരിച്ചു വന്നു. രേഖക്കുഞ്ഞ് പറഞ്ഞതുപോലെ കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്ന രഘുക്കുഞ്ഞ് തിരിച്ചു വന്നില്ലെങ്കിൽ ഫലം എന്താവോന്ന് ആലോചിച്ചു നോക്ക്. ഒരു ഹൃദയം പൊട്ടിയുള്ള മരണത്തിനും ഒരു കുടുംബം സമ്പൂർണമായി തകരുന്നതിനും കുഞ്ഞ് കാരണക്കാരനാകണം. കുഞ്ഞൊന്ന് ആലോചിച്ചു നോക്ക് എന്തു വേണമെന്ന്. ചേട്ടാ, ഈ പെൺകൊച്ചത് എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ശ്രീലക്ഷ്മി മാഡം, ഇതൊരു പോവാത്തെന്താ? സമയം ഒരുപാട് വൈകി. ഇറ്റ്സ് വെരി ലേറ്റ്. എന്നാ പിന്നെ മാഡം അകത്തേക്ക് വരൂ. ഇതിപ്പോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മാഡം പ്ലീസ് പറയുന്നത് അനുസരിക്ക്. ഇങ്ങനെ ഇവിടെ നിന്ന് മഴ നനഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരും. അതും എന്റെ വീട്ടിന്റെ മുമ്പിൽ വെച്ചാണെന്ന് പറഞ്ഞ രവിവർമ്മ സാറ് ചിലപ്പോ എന്നെ വെടിവെച്ച് കൊന്നൂന്നും ഇരിക്കും. അതുകൊണ്ട് പ്ലീസ് മാഡം, ഒന്നുകിൽ അകത്തേക്ക് വരൂ, അല്ലെങ്കിൽ വീട്ടിൽ പൊയ്ക്കോളൂ പ്ലീസ്. എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ രാജാറാം സാർ. അതറിഞ്ഞാലേ ഞാൻ ഇവിടുന്ന് പോകും. അല്ലെങ്കിൽ നാളെ രാവിലെ സാറിന്റെ വീട്ടിന്റെ മുൻപിൽ എന്റെ ജീവനറ്റ ശരീരം ഉണ്ടാവും. അതിനും തയ്യാറായിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇത് വിഷമാണ്. എനിക്ക് മരിക്കാൻ. മൈ ഗോഡ്, മാഡം എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? വരൂ, അകത്തേക്ക് വരൂ. മാഡത്തിന് എന്താ അറിയേണ്ടത് ഞാൻ പറയാം. പ്ലീസ് കം. കമോൺ, വരൂ. മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഫ്രിഡ്ജിൽ തണുത്ത ജ്യൂസ് ഇരിപ്പുണ്ട്. ചൂടായിട്ട് വേണമെങ്കിൽ ചായ ഇടണം. കുറച്ച് വെള്ളം മതി. മാഡം,
മാഡത്തിന് എന്താ അറിയേണ്ടത്? രവിവർമ്മൻ സാറിന്റെ പഴയ കഥകളല്ലേ? സത്യം പറഞ്ഞ എനിക്ക് കൂടുതലൊന്നും അറിയില്ല മാഡം. അല്ലെങ്കിൽ തന്നെ അത് അറിഞ്ഞിട്ട് മാഡത്തിന് ഇനി എന്ത് നേടാനാ? ഇറ്റ്സ് ഓൾ ഓവർ. നോ, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളിന്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് സർ തെറ്റ്? ഒന്നും ഓവറായിട്ടല്ല, എല്ലാം ഒന്നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. പക്ഷേ അതൊക്കെ അറിയുന്നത് കൊണ്ട് മാഡത്തിനോ രവിവർമ്മൻ സാറിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഒരു നേട്ടവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വെറുതെയാണ് ഈ പ്രയത്നമെല്ലാം. പ്ലീസ് രാജാറാം സർ, ഇനിയും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് കാര്യമില്ല. സാറ് പറയൂ, രവിവർമ്മൻ സാറിന് പിന്നിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഏയ്, ഒരു രഹസ്യമില്ല മാഡം. അതറിയുന്നത് കൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ല. സത്യം പറയട്ടെ, ഞാൻ പോലും അന്വേഷിച്ചിട്ടില്ല അത് ഇതുവരെ. കള്ളം. സാറിന് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സത്യമാണ് മാഡം. കുട്ടിക്കാലത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ഒരു 10-15 വയസ്സിനിടയിലുള്ള ഒരു കാലത്ത്. പിന്നീട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി. അത് അന്യനാട്ടില്ല. ഇവിടെ വന്നത് യൗവനകാലത്ത്. അന്നൊരുമിച്ച് കുറെ വർഷം ഈ വീട്ടിലാ താമസിച്ചത്. പിന്നീട് മാഡത്തിനും എനിക്കും എല്ലാവർക്കും അറിയാവുന്ന ഇന്നത്തെ രവിചന്ദ്രവർമ്മൻ സാറായി അവൻ. ഞാൻ രാജാറാമോ. കുട്ടിക്കാലത്ത് സാർ എപ്പോഴാ രവിവർമ്മൻ സാറിനെ കണ്ടുമുട്ടിയത്? എവിടെ വെച്ചായിരുന്നു അത്?
കരയണ്ട. ആ. നിന്റെ പേരെന്താ? സഞ്ജയ്. നീ സ്കൂളിൽ നിന്ന് ചാടിയതാണല്ലേ? നീ എങ്ങോട്ടാ പോന്നേ? അമ്മയെ കാണാൻ. നിന്റെ വീട് എവിടെയാ? അറിയില്ല, ഞാൻ ബോർഡിങ്ങിലായിരുന്നു. വീടറിയാതാണോ നിന്റെ അമ്മ അന്വേഷിച്ച് പോന്നേ? ആ. ചേട്ടാ, ആ. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ? നിനക്കെന്താ വിശക്കുന്നുണ്ടോ? നീ വാ.